يود الذين كفروا لو كانوا مسلمين. അവിശ്വാസികൾ നാളെ ചിന്തിച്ചു പോകും, ഞാനൊന്ന് മുസ്ലിമായിരുന്നെങ്കിലെന്ന്. ഞങ്ങളൊന്ന് മുസ്ലിമായിരുന്നെങ്കിലെന്ന് അവിശ്വാസികൾ അമുസ്ലിമീങ്ങൾ കൊതിക്കുന്ന ഒരു നാള് വരാനുണ്ട്. ആ ആശയമുള്ള ആയത്തല്ലാതെ മറ്റെല്ലാം അള്ളാഹു ഹൃദയത്തിൽ നിന്ന് മറപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദകറ വൽ ഉൻസാ إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى. അല്ലാഹുവേ ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ആർക്കാണ് സ്വർഗ്ഗത്തിന്റെ വഴി നീ എളുപ്പമാക്കി കൊടുക്കുന്നതെന്നോ, നിന്നെ ഭയപ്പെട്ട് നിനക്ക് വേണ്ടി സമയവും നിനക്ക് വേണ്ടി അധ്വാനവും നിനക്ക് വേണ്ടി എല്ലാം പരിത്യജിക്കുന്നവർക്ക്, നിനക്ക് വേണ്ടി തരുന്നവർക്ക്. ഒരു സ്വഹാബി വന്നു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുകയാണ്, നബിയേ, ഇസ്ലാമിൽ അള്ളാഹു എന്തെല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എനിക്ക് പ്രശ്നമല്ലാതെ ചെയ്യാൻ പറ്റും. അള്ളാഹു എന്തെല്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഒഴിവാക്കാനും എനിക്ക് പ്രശ്നമല്ല നബിയേ. ഒന്നൊഴികെ, ഒരു കാര്യം ഒഴികെ അതെനിക്ക് ശരിക്കും പറ്റുന്നില്ല നബിയേ. അതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്കൊരു എക്സ്ക്യൂസ് തരണം, ഞാനത് ചെയ്തോട്ടെ. എന്താ ചോദിക്കുന്നറിയോ? ഇല്ല സിനാ യാ റസൂലല്ലാഹ്, വ്യഭിചാരമല്ലാതെ മറ്റൊക്കെ എനിക്ക് പ്രശ്നമല്ല നബിയേ. കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികളെ കണ്ടാൽ അവരെ നോക്കി നിൽക്കലും അവരുടെ പിന്നാലെ പോകലും അനുരാഗവും പ്രേമവും തുടങ്ങലും ഇതെന്റെ അസുഖമാണ് നബിയേ. ബാക്കിയൊക്കെ എനിക്ക് കുഴപ്പമില്ല, ഇതിനെന്റെ കണ്ണിനെ സൂക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല നബിയേ. വ്യഭിചാരത്തിൽ നിന്ന് സൂക്ഷിക്കാൻ എന്റെ ശരീരത്തിന് കഴിയുന്നില്ല നബിയേ. അതുകൊണ്ട് എനിക്കതിലൊരു എക്സ്ക്യൂസ് തരുമോ? അല്ലാഹുവിന്റെ റസൂലിന് ഇത് കൊടുക്കാൻ പറ്റുമോ? എക്സ്ക്യൂസ് ആർക്കില്ലല്ലോ, ആർക്കുമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികത്തേക്ക് വിളിച്ചു, ചെറുപ്പക്കാരനെ അരികത്തേക്ക് വിളിച്ചു. ഇത് പറയാൻ ധൈര്യം കാണിച്ചു എന്നതാ നബി തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മഹത്വം. നമ്മളൊക്കെ പള്ളി ചെന്നിട്ട് ഉസ്താദിനോട് ഇത് പറയോ, എന്നാ ഉസ്താദെ ഇന്നത്തെ ഖുതുബയിലെ എനിക്ക് വേണ്ടി എക്സ്ക്യൂസിന്റെ വിഷയം പറയണം കേട്ടോ, എന്നെ കൊണ്ടതാവില്ല. എന്തായിരിക്കും ആൾക്കാർ, മനുഷ്യന്മാരെ വെറുതെ വിടുവോ? അല്ലാഹുവിന്റെ റസൂലിനോട് ഇത് പറയുമ്പോ ആ സ്വഹാബിക്കറിയാം, നബി തങ്ങൾ എന്നെ ഉപദ്രവിക്കൂല, നബി തങ്ങൾ എനിക്കതിന് പരിഹാരം കാണിച്ചു തരുന്നു. അടുത്തേക്ക് വിളിച്ചു. തങ്ങൾ ചോദിച്ചു, അമാ തർദാഹാ ലി ഉമ്മിക, നിങ്ങളുടെ ഉമ്മയെ വന്ന് ആരെങ്കിലും തോന്നിവാസം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇല്ല നബിയെ, ഞാൻ വിടൂല അവനെ. നിങ്ങളുടെ സ്വന്തം പെങ്ങളുടെ പിന്നാലെ കണ്ടവൻ നടക്കുന്നത് എനിക്ക് ഇഷ്ടമാണോ? സ്വന്തം പെങ്ങളെ സ്കൂളിലോ കോളേജിലോ തിരിച്ചു വരുമ്പോ വഴിയിൽ വെച്ച് ആരെങ്കിലും കമന്റ് അടിക്കുന്നതോ പ്രയാസപ്പെടുത്തുന്നതോ കണ്ടുവെക്കുന്നതോ നിനക്ക് ഇഷ്ടമാണോ? ഇല്ല നബിയേ, അതെനിക്ക് ഇഷ്ടമല്ല. മനുഷ്യത്വം ബാക്കിയുണ്ടായിരുന്ന ചെറുപ്പക്കാരനിൽ, അതുകൊണ്ട് പറഞ്ഞു എനിക്കിഷ്ടമല്ല. നിങ്ങളുടെ സ്വന്തം ഭാര്യയെ ആരെങ്കിലും തോന്നിവാസം ചെയ്യുന്നതോ അനാവശ്യമായ കണ്ണുകൊണ്ട് നോക്കുന്നതോ നിനക്ക് ഇഷ്ടമാണോ? ഇല്ല നബിയേ. എങ്കിൽ സഹോദരാ, നിങ്ങൾ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തിന്മ മറ്റാരുടെയെങ്കിലും ഉമ്മയോ ഭാര്യയോ പെങ്ങളോ അല്ലേ, മറ്റേതെങ്കിലും കുടുംബത്തിൽ ഒരു മകളല്ലേ, മറ്റേതെങ്കിലും നിങ്ങളുടെ സഹോദരന്റെ പെങ്ങളല്ലേ. അതുകൊണ്ട് നിങ്ങളത് ചെയ്യല്ലേ. അല്ലാഹുമ്മ തുഹിർ ഖൽബഹ്, പടച്ചവനെ ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ദംബഹ്, അല്ലാഹുവേ ഈ ചെറുപ്പക്കാരന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ തുഹിർ ഖൽബഹു, അല്ലാഹുമ്മ
അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹു. ദുആ ചെയ്തു കൊടുക്കുന്നു കാരുണ്യത്തിന്റെ കടലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു കൊടുക്കുകയാണ്. ഹൃദയത്തിലേക്ക് കൈവച്ചിട്ട് ഇവിടുന്നാണ് പ്രശ്നം വരുന്നത്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഈ തിന്മ വരുന്നത്. അല്ലാഹുവേ ആടെ ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്ക്, ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്കല്ലാ. അല്ലാഹുമ്മ ത്വഹിർ ഖൽബ അല്ലാഹുമ്മ ഗ്ഫിർ ദംബ. തെറ്റുകൾ പുറത്തു കൊടുക്ക്, ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്കണേ അല്ലാ. സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അയാൾ പറയുന്നു, നബിയേ, എന്റെ ജീവിതത്തിൽ ഇത്രമേൽ ഇഷ്ടമുണ്ടായിരുന്നൊരു വിഷയം ഇനി ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അത്രക്ക് വെറുപ്പുള്ള ഒരു തിന്മ എന്റെ മനസ്സിലില്ല നബിയേ. ഞാനിത് അതിനെക്കുറിച്ച് ചിന്തിക്കില്ല നബിയേ. ഞാൻ എന്റെ കണ്ണിനഴിച്ചുവിടില്ല നബിയേ. ഞാൻ ആരുടെയെങ്കിലും പിന്നാലെ പോകില്ല നബിയേ. ഞാൻ വ്യഭിചരിക്കില്ല നബിയേ. അല്ലാഹുവിന് വേണ്ടി ഞാൻ എല്ലാം മാറ്റിവെച്ചു നബിയേ. ഫഅമ്മാ മൻ നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുകയാണ്. സ്വർഗത്തിലേക്ക് പോകണം, നാളെ നരകത്തിലേക്കല്ല. അള്ളാഹുവിന്റെ കരുണ ലഭിക്കണം, അവന്റെ ശിക്ഷയല്ല. അള്ളാഹുവിന്റെ പൊരുത്തം വേണം, അവന്റെ കോപമല്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ വന്നിട്ട് വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബിൻ സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സത്യവിശ്വാസികളെ, സലാം, നിങ്ങൾക്കിവിടെ രക്ഷയാണ്. സലാമുൻ അലൈക്കും, നിങ്ങൾക്കിവിടെ രക്ഷയാണ്. സ്വർഗത്തിൽ ഇനി പേടിക്കണ്ട. ബിമാ സബർതും, ദുനിയാവിൽ ഒരുപാട് ആഗ്രഹങ്ങളെ കടിച്ചു പിടിച്ച് ക്ഷമിച്ചവരല്ലയോ നിങ്ങൾ? ഇവിടെ നിങ്ങൾക്ക് ഇനി ഹറാമുകളില്ല. സ്വർഗത്തിലെല്ലാം ഹലാലുകളാണ്. വേണ്ടത് ചെയ്തോളൂ എന്ന് സ്വർഗവാസികളോട് സലാം എന്ന് മാലാഖമാർ പറയുമ്പോൾ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, ആ വഴിയിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ വഴി നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. അല്ലാഹുവിന് വേണ്ടി കൊടുക്കാനും അല്ലാഹുവിന് വേണ്ടി ത്യജിക്കാനും നാളെ പരലോകത്തെ വിജയമുണ്ടെന്ന് വിശ്വസിച്ച് അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാനും അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന സഅയകും ലശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى. നരകത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നവരുണ്ട്, നരകത്തിലേക്കുള്ള വഴി ചോദിക്കുന്നവരുണ്ട്, നരകത്തിലേക്കുള്ള വഴി വേണമെന്ന് പറയുന്നവരുണ്ട്. മഹദി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്. അവർക്ക് മുമ്പ് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവ് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ്. ആ ഭർത്താവ് മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ ആളാണ്. ആദ്യത്തെ ഹിജ്റ തന്റെ ഭാര്യയോടൊപ്പം. ഭാര്യ ആരാണെന്നറിയോ? മഹാനായ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് കാലം ഇസ്ലാമിന്റെ ശത്രുചേരിയിൽ ഉണ്ടായിരുന്ന അബൂ സുഫിയാൻ എന്നവർ, അവരുടെ പ്രിയപ്പെട്ട മകൾ, അവരുടെ മറ്റൊരു പേരാണ് റംല ബീവി. അവരെയാണ് ഉമ്മു ഹബീബ എന്നും അറിയപ്പെടുന്നത്. അവരുടെ ഭർത്താവ് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് എന്നവർ എത്യോപ്യയിലേക്ക് എത്തിയപ്പോ അവിടെ ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ കള്ളു കുടിക്കുന്നുണ്ട്. ഇയാൾക്ക് കള്ളു കുടിക്കണം. അതുകൊണ്ട് കള്ളിനോടുള്ള രുചി, ഇങ്ങനെ കള്ളിനോടുള്ള ഒരു വാസന ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നപ്പോ സ്വന്തം ഭാര്യയോട് പറഞ്ഞു പോയി, ഉമ്മു ഹബീബ, نظرت في الأديان فما رأيت دينا خيرا من النصرانية. എല്ലാ മതങ്ങളെ പറ്റിയും ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോ ക്രിസ്തു മതത്തെക്കാളും നല്ല മതം ഞാൻ കാണുന്നില്ലല്ലോ. കള്ളുകുടിക്കാൻ തോന്നിയിട്ട് പറഞ്ഞതാ. കള്ളുകുടിക്കാൻ അമ്പിയാക്കന്മാരെ കൊണ്ട് കള്ളു കുടിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് കള്ളക്കഥകൾ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ. ദാവൂദ് നബി അലൈഹിസ്സലാം നഗ്നരായി കള്ളുകുടിച്ച് കടന്നിട്ടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയല്ലോ. ആഭാസങ്ങളൊക്കെ എഴുതിയത് കള്ളുകുടി അനുവദിക്കപ്പെടാൻ പ്രവാചകന്മാർ ചെയ്തതാണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ